എൻ്റെ ഭാര്യ ഞാൻ പറയുന്നതനുസരിക്കണം. എൻ്റെ രാഷ്ട്രീയമായിരിക്കണം അവളുടെയും രാഷ്ട്രീയം. അനുവാദമില്ലാതെ അവൾ എവിടെയും പോകാൻ പാടില്ല. ഇങ്ങനെ ഭാര്യയെ അടിമയെപ്പോലെ കാണുന്ന ടോക്സിക്കായിട്ടുള്ള പുരുഷന്മാരുണ്ട്. ദാമ്പത്യ ജീവിതമെന്നാൽ ഭർത്താവിന് ഭാര്യയ്ക്ക് മേലുള്ള അധികാരം സ്ഥാപിക്കലെന്ന തോന്നലാണ് പലർക്കും. ഇങ്ങനെയുള്ള വീടുകളിൽ ഭയത്തോടെയാണ് സ്ത്രീകൾ കഴിയേണ്ടി വരുന്നത്. ഭർത്താവിനെ എതിർത്ത് സംസാരിച്ചാലോ ധിക്കരിച്ച് എന്തെങ്കിലും കാര്യം ചെയ്താലോ പിന്നെ മർദ്ദനവും ചൂഷണവും നേരിടാൻ വിധിക്കപ്പെട്ട പെണ്ണ്. കൊല്ലം പുനലൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഫേസ്ബുക്കിലായി വിട്ട് അതേക്കുറിച്ച് വിളംബരം ചെയ്ത ഭർത്താവിനെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. പുനലൂർ സ്വദേശിനി ശാലിനി ആഡംബര ജീവിതം നയിച്ചതും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതുമെല്ലാമാണ് ഭർത്താവ് ഐസക്കിനെ പ്രകോപിപ്പിച്ചത്. ഇതോടൊപ്പം തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ യുവതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച ദിവസമാണിത്. ആ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഞാൻ അറിയാതെ അവൾക്ക് പല ബന്ധങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. ഇഷ്ടമുള്ളതുപോലെ പോവുകയും വരികയും ചെയ്യുന്നു. ആഡംബര ജീവിതം നയിക്കുന്നു. നാട്ടുകാർ എന്നെ നോക്കി ചിരിക്കുകയാണ്. അതിനാൽ ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞെന്ന് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തൽ. കൊല്ലം പുനലൂർ സ്വദേശിനി ശാലിനിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഭർത്താവ് ഐസക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടത്. പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 മക്കളുടെ മുന്നിലിട്ടാണ് ഐസക്ക് ഭാര്യയെ കൊലപ്പെടുത്തിയത്. കുടുംബ വഴക്കുകളാണ് കൊലയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് പോലീസ് പറയുന്നു. ദാമ്പത്യ പ്രശ്നത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ കുറച്ച് നാളുകളായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതിനിടെയാണ് ഭാര്യയുടെ വീട്ടിലെത്തിയ ഐസക്ക് അതിക്രമം കാട്ടിയത്. രാവിലെ 6 മണിയോടെയാണ് പുനലൂർ കലയനാട് എന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവം ഉണ്ടായത്. പുനലൂരിലെ അൺഎയ്ഡഡ് സ്കൂളിലെ ജീവനക്കാരിയായ ശാലിനിയെ ഐസക് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞയാൾ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു. ഞാനറിയാതെ അവൾക്ക് പല ബന്ധങ്ങളുണ്ടെന്നും ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് കൊന്നത് എന്നുമാണ് ഐസക് ലൈവിൽ പറയുന്നത്. അറിയാതെ പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് സ്വർണ്ണം എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യ ഇഷ്ടമുള്ളതുപോലെ പോവുകയും വരികയും ചെയ്യുന്നു. തൻ്റെ 2 മക്കളിൽ മൂത്തയാൾ ക്യാൻസർ രോഗിയാണ്. അതിലൊന്നും അവൾക്ക് വിഷമമില്ല. ആഡംബര ജീവിതം നയിക്കണം. 2 മിനിറ്റോളം നീണ്ട ഫേസ്ബുക്ക് ലൈവിലാണ് പുനലൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കാര്യം ഭർത്താവ് ഐസക് വെളിപ്പെടുത്തിയത്. രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ തനിക്ക് എതിർപ്പുണ്ടെന്നും എന്നാൽ അതുമായി ഭാര്യ മുന്നോട്ടു പോകുകയാണെന്നും വീഡിയോയിൽ ആരോപിക്കുന്നു. അവൾ രാത്രികാലങ്ങളിൽ വരികയും പോവുകയുമാണ് ചെയ്യുന്നതെന്നും വീഡിയോയിൽ ഐസക് പറയുന്നു. 1-2 വണ്ടി മേടിച്ചു കൊടുത്തു. അനാവശ്യമായ പോക്കാണെന്നും പറയും. വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെച്ചോ കിട്ടുമോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി കഴിയുകയും എവിടുന്നോ ജോലി അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ എന്നാൽ അധ്വാനിച്ച് കൊടുക്കുന്നുണ്ട്. മദ്യപാനിയല്ല, ജോലിയില്ല, ഒരു കാര്യങ്ങളില്ല. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളായി ഇരുവരും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതിനിടെ ശാലിനിയുടെ വീട്ടിലെത്തിയ ഐസക് വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ദമ്പതികളുടെ 19ഉം 11ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ദാരുണമായ കൊലപാതകം. സംശയത്തെ തുടർന്ന് തന്നെയാണ് ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് വിവരം. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്ന് കിടക്കുമായിരുന്നു. അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തേന് കയറി അങ്ങ് പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്നല്ലാതെ പകച്ചു പോയ ഒരിതായിരുന്നു. നേരത്തെ വഴക്കുണ്ടായിരുന്നു. അവർ സെപ്പറേറ്റ് ആയിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ചേച്ചി ജോലിയുണ്ട്, ആ ജോലിക്ക് പോകാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി പൈപ്പ് തുറന്നു വെച്ചേക്കുമായിരുന്നു. എത്ര കുട്ടികളാണ് അവർക്ക്? 2 പേര്. അങ്ങനെ അറിയത്തില്ല. മുമ്പേ അവർ തമ്മിൽ വഴക്കായിരുന്നല്ലോ. അന്നേരം പോയി.
സംഭവശേഷം രക്ഷപ്പെട്ട ഐസക് രാവിലെ 9 മണിയോടെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. DMKയുടെ വനിതാ വിംഗ് കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് കൊല്ലപ്പെട്ട 37 വയസ്സുള്ള ശാലിനി. ശാലിനിയും ഭർത്താവ് ഐസക്കും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കം കഴിഞ്ഞ 3 വർഷങ്ങളായി ഉണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. പക്ഷെ ഇതിലൊരു എടുത്ത് പരിശോധിക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു പെൺകുട്ടി, അതും വെറും 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ഭർത്താവിന്റെ ക്രൂരമായിട്ടുള്ള പീഡനം ഭയന്ന്, അയാളിൽ നിന്നുള്ള വധഭീഷണി ഭയന്ന് എന്നെ കൊലപ്പെടുത്തും എന്ന് ഉറപ്പിച്ച്, എന്നെ കൊലപ്പെടുത്തും എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പോലീസ് അധികാരികൾക്ക് മുന്നാലെ ചെല്ലുന്നു. എന്നാൽ അതിന്മേൽ ഒരു ദിവസമെങ്കിലും ഈ പറയപ്പെടുന്ന അക്രമകാരിയായിട്ടുള്ള ഭർത്താവിനെ പോലീസ് സ്റ്റേഷന്റെ മൂലയിൽ നിർത്തുന്നതിനും അയാൾക്കെതിരായിട്ട് ഒന്നുകിൽ നിയമപരമായിട്ടുള്ള നടപടി, അല്ലെങ്കിൽ സാധാരണ പാവപ്പെട്ട ആളുകൾക്കെതിരായിട്ടൊക്കെ പോലീസ് എടുക്കുന്ന നടപടി ഉണ്ടല്ലോ, ആ നിലയ്ക്ക് അയാൾക്ക് ദേഹം നോവുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു താക്കീത് ഇത് ഏതെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ശാലിനി എന്ന് പറയുന്ന യുവതി ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. ന്യൂസ് 18 പുനലൂർ. ഭാര്യയും 2 മക്കളുമായി സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ച ആളാണ് കൊല്ലം സ്വദേശി പ്രവീൺ. അതിനിടെ സഹപ്രവർത്തകയായ ഒരു യുവതിയുമായി അയാൾ അടുക്കുന്നു. പിന്നീട് ആ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ നടത്തിയ കൊലപാതകം. ഒരൊറ്റ നിമിഷത്തിൽ തോന്നിയ വികാരപ്രകടനം പ്രവീണിൻ്റെ ജീവിതം അഴിക്കുള്ളിലുമാക്കി. തിരുവനന്തപുരം തമ്പാനൂർ സ്വദേശിനി ഗായത്രിയെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് ജീവപര്യന്തം തടവാണ് ശിക്ഷ. പ്രതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. പിഴത്തുക ഗായത്രിയുടെ അമ്മയ്ക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. സംഭവം നടന്ന് 3 വർഷത്തിനുള്ളിൽ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത് പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും അഭിമാനകരമായ നേട്ടമാണ്. കാട്ടാക്കട സ്വദേശി ഗായത്രിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. നഗരത്തിലെ ജ്വല്ലറി ജീവനക്കാരായിരുന്നു ഗായത്രിയും പ്രവീണും. വിവാഹിതരും 2 കുട്ടികളുടെ പിതാവുമായ പ്രവീൺ ഗായത്രിയുമായി പ്രണയത്തിലായിരുന്നു. 2021 വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഇയാൾ ജ്വല്ലറി റിസപ്ഷനിസ്റ്റായ ഗായത്രിയെ വിവാഹം കഴിച്ചു. പ്രവീണിന്റെ ഭാര്യ വിവരമറിഞ്ഞ് ജ്വല്ലറിയിലെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് ഗായത്രി റിസപ്ഷനിസ്റ്റ് ജോലിയിൽ നിന്ന് രാജിവെച്ചു. പിന്നീട് ഗായത്രിയെ ഒഴിവാക്കാൻ പ്രവീൺ തീരുമാനിച്ചു. അതിനായി 2022 മാർച്ച് 5-ന് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷന് സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഗായത്രിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിഷയം പറഞ്ഞു തീർക്കാൻ എന്ന് പറഞ്ഞായിരുന്നു ഗായത്രിയെ പ്രവീൺ തമ്പാനൂരിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. മുറിയിൽ വെച്ച് ഇരുവരും വഴക്കിട്ടു. മുറിക്കുള്ളിൽ വെച്ച് ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ ചുറ്റിവലിച്ച് ശ്വാസം മുട്ടിച്ച ഗായത്രിയെ കൊലപ്പെടുത്തുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് പ്രവീൺ കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷം ബസ്സിൽ കയറി ഇയാൾ പറവൂരിലേക്ക് പോയി. രാത്രി 12:30യോടെ ഹോട്ടലിൽ വിളിച്ച് ഗായത്രി മരിച്ചു കിടക്കുന്ന വിവരം അറിയിച്ചു. ഗായത്രി ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇയാളുടെ ശ്രമം. വളരെ സന്തോഷം. ഈ തലസ്ഥാനത്ത് ഒരു തമ്പാനൂർ പോലൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അത് നമ്മുടെ സീനിയർ ഓഫീസേഴ്സ്, അന്നത്തെ IG ആയിരുന്ന കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ സാർ IPS-ഉം അതുപോലെ അങ്കിത് അശോകൻ സാർ DCP ആയിരുന്ന സാറിന്റെ ഒക്കെ ഒരു സൂപ്പർവിഷൻ, അതുപോലെ ഇപ്പോഴത്തെ കമ്മീഷണറും DCP-മാരും ഒക്കെ ഈ കേസ് വളരെ കാര്യമായിട്ട് സൂപ്പർവൈസ് ചെയ്തു, ട്രയൽ മോണിറ്റർ ചെയ്തു. അതിന്റെ ഒരു വലിയ റിസൾട്ടാണ് ഇത്. അത് വളരെ നല്ല രീതിയിൽ ഈ തെളിവുകൾ കോടതിയിൽ എത്തിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് സാർ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്തു. അതേപോലെ തന്നെ എല്ലാവരും നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബം തന്നെ ഇതിനു വേണ്ടിയിട്ട് എപ്പോഴും ഇതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഹോട്ടൽ മുറിയിൽ നിന്നും ശേഖരിച്ച വിരലടയാളങ്ങൾ പ്രതിയുടേതാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയും ഗായത്രിയുടെ ബന്ധുക്കളും തമ്മിൽ നടത്തിയ മൊബൈൽ ഫോൺ സംഭാഷണങ്ങളുടെ സമയക്രമവും പ്രതിയും ഗായത്രിയും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷനുകളും പ്രതിക്കെതിരെയുള്ള തെളിവുകളായി. ഗായത്രിയുടെ കഴുത്തിലുണ്ടായിരുന്ന മുറിവുകൾ ഒരിക്കലും ആത്മഹത്യയുടെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നൽകിയ മൊഴിയും കേസിൽ നിർണായകമായി. ജീവപര്യന്തം തടവ് ശിക്ഷയും
1,00,000 രൂപ പിഴയുമാണ് പ്രതിക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. പിഴ ഒടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിഴത്തുക മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട്. പിഴ ഒടുക്കാത്ത പക്ഷം 1 വർഷം കൂടി അധിക കഠിന തടവ് അനുഭവിക്കണം. ഇതാണ് കോടതിയുടെ ശിക്ഷ. ഈ ശിക്ഷയിൽ പ്രോസിക്യൂഷനും മരണപ്പെട്ട കുട്ടിയുടെ കുടുംബവും സന്തുഷ്ടരാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി സിജു ഷേഖാണ് വിധി പ്രഖ്യാപിച്ചത്. ഗായത്രിയുടെ കുടുംബത്തിന്റെ 3 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് കൂടിയാണ് ഇന്ന് ഫലപ്രാപ്തി ഉണ്ടായത്. വിധിയിൽ പരിപൂർണ സന്തുഷ്ടരാണെന്നും ചേച്ചിക്ക് നീതി ലഭിച്ചു എന്നും ഗായത്രിയുടെ അനുജത്തി പറഞ്ഞു. ദൃക്സാക്ഷികളൊന്നും ഇല്ലാതിരുന്ന ഒരു കേസായിരുന്നു. ആരും ഇത് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സയന്റിഫിക് എവിഡൻസിന്റെ ബേസിസിലും കോൾ റെക്കോർഡിംഗ്സ്, പിന്നെ ടവർ ലൊക്കേഷൻസ്, ഡോക്ടറിന്റെ മൊഴി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലായിട്ട് വന്നത്. അപ്പൊ അതിന്റെ എല്ലാം ബേസിസിലാണ് ഇന്ന് ശിക്ഷ വിധിച്ചത്. അങ്ങനെ എന്റെ ചേച്ചിക്ക് ഇന്ന് നീതി കിട്ടിയിരിക്കുകയാണ്. കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പ്രവീൺ ശ്രമിച്ചിരുന്നു. പിന്നീട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ കീഴടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ അതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ഇയാൾക്ക് ജീവപര്യന്തത്തിന് പുറമെ 1,00,000 രൂപ പിഴയും ചുമത്തി. ഈ പണം ഗായത്രിയുടെ അമ്മയ്ക്ക് നൽകണം. അല്ലാത്ത പക്ഷം 1 വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരുമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു കുറ്റകൃത്യം ചെയ്ത മനുഷ്യരെ കുറ്റബോധം എന്നും വേട്ടയാടാം. അതിൽ നിന്ന് എങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ആ പാപക്കറ അയാളെ പിന്നാലെ പിന്തുടരും. ഒരാളെ കൊലപ്പെടുത്തി നാട് വിട്ടാലും ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ കബളിപ്പിച്ചാലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന ഭീതി ഉണ്ടാകും അവർക്ക്. ആലപ്പുഴ ചെങ്ങന്നൂരിലെ ജയപ്രകാശ് ഒരു കൊലപാതകം നടത്തി 31 വർഷത്തോളമാണ് ഒളിവിൽ കഴിഞ്ഞത്. കുട്ടപ്പ പണിക്കർ എന്ന 71കാരനെ കല്ലുകൊണ്ടും കൈകൊണ്ടും ഇടിച്ചും തൊടിച്ചും കൊലപ്പെടുത്തിയ ശേഷം ബോംബെയിലും ഗൾഫിലുമായി പതിറ്റാണ്ടുകളോളം ജീവിച്ചു. ആ കൊലക്കേസിനെ കുറിച്ച് നാട്ടുകാരും പോലീസുമെല്ലാം മറന്നുവെന്ന് കരുതി ഒരു വിവാഹമൊക്കെ കഴിച്ച് പുതിയൊരു ജീവിതം തുടങ്ങിയതാണ് ജയപ്രകാശ്. എന്നാൽ നിയമം തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞില്ല. 31 വർഷത്തിന് ശേഷമാണ് കൊലക്കേസിൽ പ്രതിയെ പോലീസ് പിടികൂടിയത്. 1994 നവംബർ 19 ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലപാതക കേസിലെ പ്രതിയായ ജയപ്രകാശാണ് 31 വർഷത്തിനു ശേഷം പോലീസിന്റെ വലയിലായത്. പ്രതി ഇപ്പോൾ താമസിക്കുന്ന ചെന്നിത്തല ഒരപ്രം ഭാഗത്തുള്ള ഇന്ദരീവനം എന്ന വീടിന് സമീപം വെച്ചായിരുന്നു അറസ്റ്റ്. 94 നവംബർ 15 രാത്രി 7:15 കനാൽ റോഡിന് സമീപം ജയപ്രകാശ് 71കാരനായ കുട്ടപ്പ പണിക്കരെ ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ടും കൈകൊണ്ടും ഇടിച്ചും തൊഴിച്ചും ഗുരുതര പരിക്കേറ്റ കുട്ടപ്പ പണിക്കർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. സംഭവശേഷം ബോംബെയിലേക്ക് പോയ ജയപ്രകാശ് പിന്നീട് അവിടെ നിന്ന് സൗദിയിലെ ജോലിസ്ഥലത്തേക്ക് കടന്നു കളയുകയായിരുന്നു. മാന്നാർ ഇപ്പോൾ ഓണത്തിന് വന്നാണ്. എല്ലാ വർഷവും 30 ദിവസം ലീവിൽ വരും. അതുപ്രകാരം ഇപ്രാവശ്യം വന്നു. ഓണത്തിന് വന്നു. 2-ാം തീയതി 3-ാം തീയതി വന്നു. ഈ മാസം 26-ാം തീയതി പോകാനിരിക്കുകയായിരുന്നു. അതിലാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ വന്ന് ചെക്ക് ചെയ്തത്. 1999 മുതൽ ജയപ്രകാശിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. പ്രതിയുടെ സഹോദരങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ജയപ്രകാശ് വിദേശത്താണെന്ന് കണ്ടെത്തിയത്. ഇയാൾ ചെന്നിത്തല കാരാഴ്മ ഭാഗത്ത് നിന്ന് വിവാഹം കഴിച്ചെന്ന് പോലീസ് കണ്ടെത്തി. അതിൽ കേന്ദ്രീകരിച്ചുള്ള നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് നാട്ടിലെത്തിയപ്പോൾ ജയപ്രകാശ് പിടിയിലാകുന്നത്. ചെങ്ങന്നൂർ CI വിപിൻ എസിയുടെ നേതൃത്വത്തിൽ SI പ്രദീപ്, CPOമാരായ ബിജേഷ് കുമാർ, ബിപിൻ കെ ദാസ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് പ്രതിയെ കണ്ടെത്തിയത്. ന്യൂസ് 18 ആലപ്പുഴ. ഒരു സ്ത്രീ തനിച്ചുള്ള സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആൺസുഹൃത്തോ ബന്ധുവോ വരുന്നതിൽ നാട്ടുകാർ ഇടപെടേണ്ട കാര്യമുണ്ടോ? അവരുടെ വീട്ടുകാർക്കില്ലാത്ത വിഷമമാണ് ഇവിടുത്തെ ചില സദാചാര പോലീസുകാർക്ക്. പിന്നെ നാട്ടുകൂട്ടം കൂടും, പരസ്യ വിചാരണ നടത്തും, ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കും. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി അജയൻ ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് ജനനേന്ദ്രിയം തകർന്നു മരിച്ച സംഭവം ഒരു നാടിൻ്റെ പ്രാകൃത സംസ്കാരമാണ് തുറന്നുകാട്ടുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും കൊലയാളി സംഘങ്ങൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അജയൻ്റെ മരണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഭാര്യ സീമ. കഴിഞ്ഞ ജൂൺ മാസം 24-നാണ്
പയ്യന്നൂർ പെരളം സ്വദേശി അജയൻ നീലേശ്വരത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്. 27-ാം തീയതി ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്തു. നീലേശ്വരം ചിറപ്പുറത്ത് പരിചയക്കാരിയായ സ്ത്രീയെ കാണാൻ പോയ അജയനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ഭാര്യ സീമ പറയുന്നു. പിന്നീട് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച അജയനെ ചിലർ വീണ്ടും അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നും സീമ പറയുന്നു. ജനനേന്ദ്രിയം തകർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആടുന്ന് തിരിച്ചു വരുന്ന ഹസ്ബൻഡിനെ മാർക്കറ്റിൽ വെച്ച് ആദ്യം ഒരു കൂട്ടം ആൾക്കാർ മർദ്ദിച്ചു എന്നാണ്. അതിന്റെ ഫലമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല വയറുവേദന ഉണ്ടായിന്. സംഭവം വീട്ടിൽ അറിയിച്ചിട്ടുണ്ടായിട്ടില്ല. ഇന്നത് പറ്റിയെന്ന് പറഞ്ഞില്ല. നമ്മൾ വിചാരിച്ച് സാധാരണ മൂത്രക്കടച്ചൽ അങ്ങനെയൊന്നും ആയിരിക്കും വിചാരിച്ച് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. 26-ാം തീയതി 24-ന് സംഭവം നടക്കുന്നത്. 25-ന് മേലും കൈ വേദന എന്നുള്ള പറഞ്ഞിട്ട് കടന്നു കുറേ സമയം. 26-ന് രാവിലെ നല്ലോണം വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ഡോക്ടറില്ല, സർജൻ ഉണ്ടായിട്ടില്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിയതിന്. അന്നേരം എന്നോട് സംഭവമൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം 27-ാം തീയതി രാവിലെ നല്ല വയറുവേദന, മൂത്രം പോകാത്തൊരവസ്ഥയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ മരിച്ചുപോയി. മർദ്ദനമേറ്റ് വീട്ടിലെത്തിയ അജയൻ മൂത്ര തടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അജയനെ മർദ്ദിച്ചവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുകയാണെന്ന് ഭാര്യ സീമ ആരോപിക്കുന്നു. അവരൊരു CPM പ്രവർത്തകയാണെന്നാണ് പറഞ്ഞത്. അവർ വിളിച്ചവരും അവർ അത്തരത്തിലുള്ള ആൾക്കാരെന്ന് അറിയാൻ പറ്റിയത് അവരെ സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് കേസ് എങ്ങും എത്താത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ 23-24 ദിവസത്തെ 2-3 ദിവസത്തെ CCTV ചെറുപ്പുറം അർബൻ ക്ലിനിക്കിലെത്തിയും നീലേശ്വരം മാർക്കറ്റിലെയും CCTV പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ആടിയിലെ കടക്കാരൊക്കെ നമ്മളോട് നേരിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. അവർ സംഭവം കണ്ടവർ അവർക്കൊരു ഭീഷണി ഉണ്ടായിന്, സാക്ഷി പറയാൻ പാടില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ കച്ചവട സ്ഥാപനമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ ഇത് സാക്ഷി പറയാത്തതെന്നാണ് പറയുന്നവർ. അടിവയറ്റിലേറ്റ മാരകമായ മുറിവുകൾക്കൊപ്പം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സംഭവം നടന്ന 3 മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് 18 പയ്യന്നൂർ. CPIM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണം മോറൽ പോലീസിംഗിൻ്റെ പുതിയ രീതിയായിരുന്നു. ഒരു സ്ത്രീ വിവാഹിതയോ അവിവാഹിതയോ ആകട്ടെ, അവരുടെ സൗഹൃദങ്ങൾ നാട്ടുകാരെ ബോധിപ്പിച്ചു വേണമെന്നാണ് ഇത്തരം പ്രാകൃത സംസ്കാരമുള്ളവരുടെ കാഴ്ചപ്പാട്. നാട്ടിലെ സദാചാര പോലീസിംഗിനെതിരായ നിയമ നടപടി പോലെ സോഷ്യൽ മീഡിയയിലെ പരസ്യ വിചാരണകളെയും വെറുതെ വിടാൻ പാടില്ല. KJ ഷൈനെതിരായ സൈബർ അതിക്രമ കേസിൽ 1-ാം പ്രതി CK ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തി. ഗോപാലകൃഷ്ണൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസും പറവൂർ പോലീസും ചേർന്നാണ് CK ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. സൈബർ അധിക്ഷേപത്തിന് ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. ഈ ഫോണിൽ നിന്നാണോ പോസ്റ്റ് ഇട്ടതെന്ന വിദഗ്ധ പരിശോധനയിലൂടെ ഉറപ്പുവരുത്തുവാനാണ് നീക്കം. അന്വേഷണ സംഘം എത്തിയ സമയത്ത് ഗോപാലകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഗോപാലകൃഷ്ണന് പോലീസ് നോട്ടീസ് അയച്ചു. സൈബർ ആക്രമണ കേസിൽ ഒരാളെ കൂടി പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. യൂട്യൂബറായ കൊണ്ടോട്ടി അബു എന്ന യാസറാണ് 3-ാം പ്രതി. യൂട്യൂബർ KM ഷാജഹാനാണ് കേസിലെ 2-ാം പ്രതി. നടപടികൾ വേഗത്തിലാക്കാൻ മെറ്റയോട് അന്വേഷണ സംഘം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹമാധ്യമ പോസ്റ്റുകളുടെ ഉറവിടത്തെക്കുറിച്ചാണ് മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കേണ്ടത്. പോസ്റ്റുകൾ വന്ന അക്കൗണ്ടുകൾ ഇവർ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 100-ലേറെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പേരെ കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. അതിനിടെ തനിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണമെന്ന പരാതിയുമായി CK ഗോപാലകൃഷ്ണന്റെ ഭാര്യ രംഗത്തെത്തി. എറണാകുളം റൂറൽ SP-ക്കും സൈബർ ഡോമിനുമാണ് പരാതി നൽകിയത്. ന്യൂസ് 18 കൊച്ചി. DGPയുടെ സർക്കുലറിന് പോലീസുകാർ പോലും പുല്ലുവില കൽപ്പിക്കാത്ത നാടാണിത്. പോലീസുകാർ യൂണിഫോം ധരിച്ച് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ ഇടരുതെന്നും റീൽസുകൾ ഇടരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഡ്യൂട്ടിക്കിടയിൽ പോലും റീൽസ് ചിത്രീകരണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ കാണാം. വനിതാ ബറ്റാലിയനിലെ പോലീസുകാർ കഴിഞ്ഞ ദിവസം
കളിയിക്കാവിളിയിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസ് ആക്കിയത് വലിയ വിവാദമായിട്ടുണ്ട്. SIയും അസോസിയേഷൻ ഭാരവാഹികളും അടക്കം റീൽസിലുണ്ട്. പോലീസിലെ റീൽസ് ചിത്രീകരണം പരിധി കടന്നതോടെയാണ് ഡ്യൂട്ടിക്കിടെ റീൽസ് എടുക്കുന്നത് വിലക്കിക്കൊണ്ട് 2015-ൽ DGP ഉത്തരവിറക്കിയത്. വ്യക്തിപരമായ അക്കൗണ്ടുകളിൽ യൂണിഫോമിൽ പ്രൊഫൈൽ ചിത്രമടക്കം ഇടാൻ പാടില്ലെന്നും രാഷ്ട്രീയം പറയുകയോ ചിത്രീകരിക്കുകയോ ചെയ്യരുതെന്നും ഉത്തരവിലുണ്ടായിരുന്നു. എന്നാൽ സർക്കുലറിൽ മെല്ലെപ്പോക്ക് വന്നതോടെ വനിതാ ബറ്റാലിയൻ കമാൻഡന്റ് യോഗേഷ് മാണ്ഡേയും കർശന നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് യൂണിഫോമിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതും റീൽസ് ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അവർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും റീൽസ് ചിത്രീകരിച്ച സംഭവമുണ്ടായത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കളിയക്കാവിളയിൽ രാത്രി ഡ്യൂട്ടിക്കിടെയായിരുന്നു സംഭവം. റീൽസ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു. SIയും അസോസിയേഷൻ ഭാരവാഹികളുമടക്കം റീൽസ് ദൃശ്യങ്ങളിലുണ്ട്. വനിതാ ബറ്റാലിയൻ ആസ്ഥാനത്തും ഡ്യൂട്ടിക്കിടയിലും റീൽസ് ചിത്രീകരണം അതിരുകടന്നപ്പോഴാണ് DGPയുടെ സർക്കുലർ അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയത്. പല പോലീസുകാരും യൂണിഫോമിൽ ചിത്രങ്ങൾ പങ്കുവച്ച് DGPയുടെ ഉത്തരവ് കാറ്റിൽ പറത്തുന്നുണ്ട്. തിരുവനന്തപുരം. നടൻ ഉണ്ണി മുകുന്ദൻ മുൻ മാനേജരെ മർദ്ദിച്ച കേസ് സമീപകാലത്ത് ഏറെ ചർച്ചയായതാണ്. പിന്നീട് പോലീസ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം കോടതിയിലും സമർപ്പിച്ചു. ഇപ്പോൾ കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണി മുകുന്ദന് സമൻസ് അയച്ചിരിക്കുന്നു. ഒക്ടോബർ 27-ന് നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ തുടർ നടപടിയായിട്ടാണ് സമൻസ്. നേരത്തെ സിനിമാ സംഘടനകൾ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും നിയമ നടപടികൾ തുടരട്ടെ എന്നായിരുന്നു നിലപാട്. ടൊവിനോ തോമസ് ചിത്രം നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിൽ പ്രകോപിതനായി ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്നാണ് മുൻ മാനേജർ വിപിൻ കുമാർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതിന്റെ നിരാശയാണ് ഉണ്ണിമുകുന്ദനെന്നും അത് പലരോടും തീർക്കുകയായിരുന്നുവെന്നും വിപിൻ ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. വിപിന്റെ പരാതിയിൽ കേസെടുത്ത ഇൻഫോ പാർക്ക് പോലീസ് മർദ്ദിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഉണ്ണിമുകുന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത്. മർദ്ദനം നടന്ന വിപിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിന്റെ പാർക്കിലെ CCTV ദൃശ്യങ്ങളും ഇരുവരുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയും ശേഖരിച്ച പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേസിലെ പ്രതിയായ ഉണ്ണിമുകുന്ദൻ ഒക്ടോബർ 27-ന് നേരിട്ട് ഹാജരാകാൻ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിരിക്കുകയാണ്. പിടിവലിക്കിടെ മാനേജറുടെ കണ്ണട താഴെ വീണു പൊട്ടിയതായും കൈത്തണ്ട ചെറുതായി ഉരഞ്ഞതായും കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മർദ്ദിച്ചെന്ന് വിപിൻ പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ നടക്കുന്ന സംഘടിത ഗൂഢാലോചനകളുടെ ഭാഗമാണ് പരാതിയെന്നുമായിരുന്നു ഉണ്ണിമുകുന്ദൻ അന്ന് പ്രതികരിച്ചത്. പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് നടൻ DGPക്ക് പരാതിയും നൽകിയിരുന്നു. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം. സത്യം പുറത്തുകൊണ്ടുവരണമെന്നും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു. താരസംഘടനയായ അമ്മയിലും ഫെഫ്കയിലും വിപിൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതായാണ് സംഘടന വ്യക്തമാക്കിയത്. കൊച്ചി. ജീവിതത്തിലെ സമ്പാദ്യങ്ങളും സ്വന്തം സ്വർണ്ണാഭരണങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരും മാനസികമായി തകർന്നു പോകാം. വീട്ടുകാരോടും നാട്ടുകാരോടും സമാധാനം പറയണം. ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനിയായ പ്രേമ അങ്ങനെയാണ് വീട് വിട്ടിറങ്ങിയത്. ഓൺലൈൻ തട്ടിപ്പിൽ 11 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതോടെ നാട് വിട്ടുപോയ വീട്ടമ്മ വീട്ടിൽ തിരിച്ചെത്തി. പോലീസ് അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ കഴിഞ്ഞ രാത്രി 12ഓടെ മടങ്ങിയെത്തുകയായിരുന്നു. ഇത്രയും ദിവസം ഗുരുവായൂരിലായിരുന്നുവെന്ന് പ്രേമ ബന്ധുക്കളോട് പറഞ്ഞു. പ്രേമയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓൺലൈൻ തട്ടിപ്പിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കടമ്പഴിപ്പുറം സ്വദേശിയായ പ്രേമയ്ക്ക് 15 കോടി രൂപ ലോട്ടറി സമ്മാനം ലഭിച്ചുവെന്നും അത് കിട്ടാൻ സർവീസ് തുക നൽകണമെന്നും വിശ്വസിപ്പിച്ചാണ് സമൂഹമാധ്യമത്തിൽ പരിചയപ്പെട്ടവർ പണം തട്ടിയത്. തട്ടിപ്പുകാർ പറഞ്ഞതനുസരിച്ച്
3 അക്കൗണ്ടുകളിലേക്കായി ഈ മാസം 11-ാം തീയതി വീട്ടമ്മ 11 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. പിന്നീട് 5 ലക്ഷം രൂപ കൂടി നൽകിയാലേ സമ്മാനം ലഭിക്കുമെന്ന് അറിയിച്ചതോടെയാണ് താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് പ്രേമ മനസ്സിലാക്കിയത്. ചതിയിൽപ്പെട്ട വിഷമത്തിൽ ഈ മാസം 13-ന് അർദ്ധരാത്രിയോടെ വീട് വിട്ടിറങ്ങിയ പ്രേമ നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. 14-ന് രാവിലെ 7:25-ന് ഗുരുവായൂരിൽ ബസ്സിറങ്ങിയ അവർ മമ്മിയൂർ ഭാഗത്തേക്ക് നടന്നുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിവിധയിടങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രേമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടെയാണ് കഴിഞ്ഞ രാത്രി വീട്ടമ്മ മടങ്ങിയെത്തിയത്. ഇത്രയും ദിവസം ഗുരുവായൂരിലാണ് കഴിഞ്ഞതെന്ന് പ്രേമ ബന്ധുക്കളോട് പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായതിന്റെ മനോവിഷമം മൂലം വീട് വിട്ടിറങ്ങിയതാണെന്നാണ് അവർ പറയുന്നത്. പ്രേമയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശ്രീകൃഷ്ണപുരം പോലീസ് ഓൺലൈൻ തട്ടിപ്പിന് കേസെടുത്തു. ഇവരുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. മുടികെട്ടുന്ന രീതിക്കും ഒന്നിലധികം കമ്മലിടുന്നതിലും നിയന്ത്രണം. ആൺകുട്ടികളും പെൺകുട്ടികളും അകലം പാലിക്കണം. പരസ്പരം തോളത്ത് കൈയിടുകയോ കൈകോർത്ത് നടക്കുകയോ ചെയ്യരുത്. തിരുവനന്തപുരം നിർമ്മല ഭവൻ സ്കൂളിലെ നിയമാവലികളാണിത്. മുടികെട്ടിയത് ശരിയായില്ലെന്ന് ആരോപിച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടതായും പരാതിയുണ്ട്. ടീസ് നൽകി പറഞ്ഞുവിടുമെന്ന് മാനേജ്മെൻറ്റ് ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടിയുടെ കുടുംബം മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. തിരുവനന്തപുരം നെട്ടയം സ്വദേശി പ്രസന്നന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയാണ് മുടികെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിട്ടത്. സ്കൂൾ നിയമാവലി നിഷ്കർഷിക്കുന്നത് പോലെ മുടികെട്ടണമെന്നായിരുന്നു അധ്യാപികയുടെ ആവശ്യം. ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടാൻ പറ്റില്ല, കുറച്ചും കൂടെ താത്തി കെട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കേട്ടോണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം പഴയതുപോലെയാണ് കെട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ക്ലാസ്സിന് വെളിയിറങ്ങി നിന്നിട്ട് കെട്ടിയിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുടി ക്ലാസ്സിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയപ്പോൾ ടീച്ചർ പറഞ്ഞ് തൻ്റെ അഹങ്കാരമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചും കൂടെ താത്തി കെട്ടിയില്ല വരുന്നത്. പക്ഷെ അത്രയും പോരെ, ഫുൾ താത്തി കെട്ടണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മുടി അത്ര എത്തില്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി. എന്നിട്ട് ഞാൻ ഇത് അന്ന് ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ വരാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ഞാൻ പഴയതുപോലെ കെട്ടിക്കൊണ്ടുപോയപ്പം ടീച്ചറിന് കെട്ടിയിട്ട് അകത്ത് കയറിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ പ്രിൻസിപ്പളിനെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് കുറേ നേരം ഇങ്ങനെ പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട, താൻ കെട്ടിയിട്ട് അകത്ത് കയറിയതെന്ന് പറഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും അകലം പാലിക്കണം. പരസ്പരം തോളത്ത് കൈയിടുകയോ കൈകോർത്ത് നടക്കുകയോ ചെയ്യരുത്. പെൺകുട്ടികൾ ഒന്നിലധികം കാതിൽ ധരിക്കരുത് എന്നടക്കമുള്ള വിചിത്രമായ മറ്റു നിയമങ്ങളുമുണ്ട് ഇവിടെ. സംഭവം അന്വേഷിക്കാനെത്തിയ അച്ഛനും കൃത്യമായ വിശദീകരണം നൽകാൻ അധ്യാപകർ തയ്യാറായില്ല. TC നൽകി വിടുമെന്ന ഭീഷണിയായിരുന്നു പിതാവിന് ലഭിച്ചത്. നമ്മൾ 3 സ്റ്റാഫ് റൂം ഓഫീസ് റൂമിൽ കയറി, മോളും ഞാനും കൂടെ കയറി, ഫ്രണ്ട് ടീച്ചറും പ്രിൻസിപ്പളും കയറി. ചോദിച്ചെന്താണ് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു മാം ഇത് എന്താണ് പ്രശ്നം, അതെങ്ങനെ മുടിയുടെ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു മാം ഇവർക്ക് ഇത്ര നീളം, ഇവളെങ്ങനെ എങ്ങനെ മുടി നീട്ടിക്കെട്ടെന്ന് ചോദിച്ചു. നീട്ടിക്കെട്ടാനുള്ള സൗകര്യം മുടിയിലില്ല. അപ്പോൾ അവിടെ പ്രിൻസിപ്പൾ ഇങ്ങനെ പറഞ്ഞ് തീർന്നുമ്പോൾ ക്ലാസ് ടീച്ചർ ഏറ്റുപിടിച്ച് പറയാണ് അത് TC ആയിരുന്നു. അപ്പം അവിടെ സ്കൂളിൻ്റെ പവറാണ്, ക്ലാസ് ടീച്ചറിനാണോ പ്രിൻസിപ്പളിനാണോ എന്ന് അറിയില്ല. ഞാൻ മനുഷ്യ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇനി ഞാൻ ഇവരെ രണ്ടുപേരും ഇവിടെ പഠിപ്പിക്കണില്ല, നിങ്ങൾ TC തരുമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ TC തരാം. സംഭവത്തിന് ശേഷം പ്രസന്നന്റെ 2 മക്കളും സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി ലഭിക്കാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് മാതാപിതാക്കന്മാരുടെ തീരുമാനം. സംഭവത്തിൽ മ്യൂസിയം പോലീസിൽ പിതാവ് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്യൂട്ടി പാർലറിന്റെ മറവിൽ ലൈസൻസ് ഇല്ലാതെ സ്പാ സെന്റർ. രാത്രിയും പകലും നിത്യ സന്ദർശകർ. കേരള അതിർത്തി പ്രദേശമായ കർണാടക വിരാജ്പേട്ടയിലെ വാടക കെട്ടിടത്തിൽ 6 മാസമായി നടത്തി വന്നത് അനാശാസ്യ കേന്ദ്രമാണ്. 3 കണ്ണൂർ സ്വദേശികളാണ് നടത്തിപ്പുകാർ. പോലീസ് നടത്തിയ റെയ്ഡിൽ മലയാളികളടക്കം 4 പേരെ വിരാജ്പേട്ട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന 4ഓളം സ്ത്രീകളെയും പോലീസ് പിടികൂടി വനിതാ കംഫർട്ട് സെന്ററിലേക്ക് മാറ്റി.
കന്നഡ സിനിമയിലെ ചില നടിമാരും സന്ദർശകരായി എത്തിയിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കണ്ണൂർ സ്വദേശികളായ പ്രദീപൻ, കലേഷ് കുമാർ, ഷാജി, വിരാജ്പേട്ട് അമ്മത്തി സ്വദേശി പൊന്നണ്ണ എന്നിവർക്കെതിരെയാണ് കേസ്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ സെഷൻ 3, 4, 5C, 7 പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൂടുതൽ അന്വേഷണത്തിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസ് കൈമാറി. 6 മാസമായി വിരാജ്പേട്ടയിലെ ഗാന്ധിനഗറിൽ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് അനാശാസ്യ കേന്ദ്രം നടത്തിവന്നത്. ബ്യൂട്ടി പാർലറിന്റെ മറവിൽ ലൈസൻസ് ഇല്ലാതെ സ്പാ സെന്ററും നടത്തിയിരുന്നു. യുവതികളെ പാർപ്പിച്ചതും ഇവിടെ തന്നെയാണ്. നിത്യവും നിരവധി പേർ ആഡംബര കാറുകളിലും മറ്റും ഇവിടെ എത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. പരിശോധനയിൽ അനാശാസ കേന്ദ്രം നടത്തുന്നതിന്റെ നിരവധി തെളിവുകൾ പോലീസിന് ലഭിച്ചു. കുടക്, മംഗലൂരു, തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കന്നഡ സിനിമയിലെ ചില വനിതാ താരങ്ങളും സന്ദർശകരായി എത്തിയിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. വിരാജ്പേട്ട സബ് ഡിവിഷനിലെ DSP മഹേഷ് കുമാർ, CI അനൂപ് മാടപ്പ, വിരാജ്പേട്ട സിറ്റി പോലീസ് സ്റ്റേഷനിലെ SIമാരായ പ്രമോദ്, MJ, ലത എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, News 18. തിരുവനന്തപുരം കിളിമാനൂരിൽ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഉറക്കം കെടുത്തി കവർച്ചാ സംഘങ്ങൾ. കിളിമാനൂരിൽ അടുത്തടുത്തുള്ള 2 കടകളിലാണ് മോഷണം നടന്നത്. ഇവിടെ നിന്ന് ലാപ്ടോപ്പും പണവും കവർന്നെന്നാണ് പരാതി. പാലക്കാട് ഒറ്റപ്പാലത്ത് തമിഴ് കുടുംബത്തിൻ്റെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ 2 പവൻ സ്വർണവും 42,000 രൂപയും മോഷണം പോയി. പുതിയ വീടിൻ്റെ പണി തുടങ്ങാനായി ബാങ്കിൽ പണയം വയ്ക്കാൻ ലക്ഷ്യമിട്ട് സൂക്ഷിച്ച സ്വർണമാണ് കള്ളൻ കൊണ്ടുപോയത്. കിളിമാനൂരിൽ അടുത്തടുത്തുള്ള 2 കടകളിലാണ് മോഷണം നടന്നത്. കിളിമാനൂർ മഹാദേവേശ്വരം ബൈപ്പാസ് റോഡിൽ അൻസാരിയുടെ ഉടമസ്ഥതയിലുള്ള ബാറ്റൻ ഫുട്വെയർ, ദിനുവിന്റെ ഉടമസ്ഥതയിലുള്ള തന്മയ കളക്ഷൻസ് എന്നിവിടങ്ങളിലായിരുന്നു കവർച്ച. ബാറ്റൻ ഫുട്വെയറിൽ നിന്നും കൗണ്ടറിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും തന്മയ കളക്ഷൻസിൽ നിന്നും ലാപ്ടോപ്പും 2,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. തന്മയ കളക്ഷൻസിൽ ഷട്ടറിന്റെയും ഗ്ലാസ് ഡോറിന്റെയും പൂട്ട് തകർത്താണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. ഗ്ലാസ് ഡോറിന്റെ പൂട്ട് തകർത്താണ് ബാറ്റൻ ഫുട്വെയറിൽ കള്ളൻ അകത്ത് കയറിയത്. ഇവിടുത്തെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. രാവിലെ 2 കടകളിലെയും ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോൾ പൂട്ട് തകർത്തതായി കാണുകയായിരുന്നു. തുടർന്ന് ഉടമകൾ കിളിമാനൂർ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് പണവും ലാപ്ടോപ്പും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഒറ്റപ്പാലത്ത് തമിഴ് കുടുംബം താമസിക്കുന്ന വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ 2 പവൻ സ്വർണവും 42,000 രൂപയും കവർന്നു. ഒറ്റപ്പാലം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്താണ് ഇവർ താമസിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. തിങ്കളാഴ്ച രാവിലെ 8:30യോടെ ആനന്ദി വീട് പൂട്ടി ഭാരതപ്പുഴയിലേക്ക് കുളിക്കാനായി പോയ സമയത്തായിരുന്നു മോഷണം. അലമാരയ്ക്കുള്ളിലെ അറയിൽ പൂട്ടി സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും മോഷണം പോയി. അലമാരയുടെ ലോക്കർ വാൾ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് സ്വർണമാലയും പണവും കവർന്നത് എന്നാണ് നിഗമനം. 9:30യോടെ ആനന്ദി തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തുറന്നിട്ടതായി കണ്ടത്. വീടിനുള്ളിലെ മറ്റൊരു അലമാരയിലെയും സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു. വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന പണമാണ് മോഷ്ടാക്കൾ കവർന്നത്. കഴിഞ്ഞ 40 വർഷത്തോളമായി ആനന്ദി ഒറ്റപ്പാലത്താണ് താമസം. മകൻ കോഴിക്കോട് ജോലി ചെയ്യുകയാണ്. പരിസരം നിരീക്ഷിച്ച മോഷ്ടാക്കൾ ആസൂത്രിതമായാണ് കവർച്ച നടത്തിയത് എന്നാണ് നിഗമനം. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. 8:30 കുളിക്കാൻ പോയിട്ട് അങ്ങ് വരുമ്പോൾ ഏട്ടൻ അവിടെ വന്ന് വാതിൽ പൊളിഞ്ഞ് കിടക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ ഈ ലോക്കർ തുറന്ന് നോക്കുമ്പോൾ അപ്പോൾ കരഞ്ഞ് വിളിച്ച് അപ്പുറം പോലീസിനൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് നോക്കി. അപ്പോൾ ഇപ്പോൾ പോയി പരാതിയും കൊടുത്തിട്ടുണ്ട്. 2 പവൻ സ്വർണം 42,000 പൈസ. ന്യൂസ് ഡെസ്ക്, News 18. രാത്രിയിൽ കനത്ത മഴയുള്ള ദിവസങ്ങളിലാണ് കള്ളന്മാർ കവർച്ചയ്ക്കിറങ്ങുന്നത്. ആ സമയം തൊട്ടടുത്ത് എന്ത് സംഭവിച്ചാലും പുറം ലോകം അറിയില്ല. കഴിഞ്ഞ ദിവസം കോതമംഗലത്തിന് സമീപം പിടവൂർ മുസ്ലിം പള്ളിയിൽ ഗ്ലാസ് ഡോർ തകർത്ത് കവർച്ച നടന്നത് സമീപത്ത് താമസിക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിഞ്ഞില്ല. പാൻറ്റും ഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് കവർച്ചയ്ക്കെത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതര സംസ്ഥാനക്കാരായ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം.
പുലർച്ചെ 1 മണിയോടെയാണ് പിടവൂർ ബദറിയ ജുമാ മസ്ജിദിൽ മോഷ്ടാവെത്തിയത്. കനത്ത മഴയുള്ള സമയത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിയെന്ന് തോന്നിക്കുന്നയൊരാൾ പള്ളിമുറ്റത്തെത്തിയത്. പാന്റും ഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മുൻവശത്തെ പ്രധാന കവാടത്തിന് സമീപം വന്ന ശേഷം തിരിച്ചിറങ്ങുകയായിരുന്നു. പള്ളിയുടെ വശത്തെ ഗ്ലാസ് ഡോർ തകർത്താണ് ഇയാൾ ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കിയത്. മോഷ്ടാവ് അകത്തു കടക്കുന്നതിന്റെയും ഗ്ലാസ് ഡോർ തകർക്കുന്നതിന്റെയുമെല്ലാം ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു സംശയവുമില്ലാതെയായിരുന്നു ഇയാളുടെ വരവ്. ഭണ്ഡാരപ്പെട്ടിയിൽ പണമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഇയാൾ നേരത്തെ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തിയിരിക്കാമെന്നാണ് നിഗമനം. ഗ്ലാസ് ഡോർ തകർത്ത് പണം കവരാമെന്നതടക്കം നേരത്തെ പ്ലാൻ ചെയ്താണ് അർദ്ധരാത്രിക്ക് ശേഷം ഇയാളെത്തിയത്. ശക്തമായ മഴയായതിനാൽ ഡോർ തകർക്കുന്ന ശബ്ദം ചുറ്റുവട്ടത്തുള്ള ആരും കേട്ടതുമില്ല. മോഷ്ടാവിനെ ഉടൻ കണ്ടെത്താനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പള്ളി സെക്രട്ടറി അജിംസ് പറഞ്ഞു. പിടവൂർ ബദരിയ മുസ്ലിം ജമാഅത്തിന് ഇന്നലെ രാത്രി 1 മണിക്ക് ഒരു കള്ളൻ കയറി പള്ളിയുടെ ഫ്രണ്ടിലെ ഡോറ് ഗ്ലാസ് അടിച്ചു പൊളിച്ച് അകത്ത് കയറി ഭണ്ഡാരക്കുറ്റിയും മറ്റു സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. CCTV വിഷനുണ്ട്. ആളുടെ കാഴ്ചയിൽ ഒരു ബായി ആയിട്ടാണ് തോന്നുന്നത്. ഏകദേശം ഒരു 15,000 രൂപയുടെ നഷ്ടം നിലവിൽ പള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം. കൊല്ലം പരവൂരിൽ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ആടിനെ കശാപ്പ് ചെയ്ത് ഇറച്ചി വിൽപ്പന നടത്തിയിരുന്ന സംഘത്തെക്കുറിച്ചുള്ള വാർത്തയാണിത്. പരവൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് സംഘം ആടിനെ മോഷ്ടിക്കുന്നത്. തമിഴ്നാട് സ്വദേശി ഭരത് എന്ന യുവാവ് മോഷ്ടിക്കുന്ന ആടിനെ കൊല്ലം തെക്കുംഭാഗം സ്വദേശി നിയാസിന് കൈമാറും. കഴിഞ്ഞ ദിവസം ഭരത്തിനെ പിടികൂടിയതോടെയാണ് ഈ കവർച്ചാ സംഘത്തെക്കുറിച്ച് പോലീസ് വിശദമായി മനസ്സിലാക്കിയത്. കേസിലൊടുവിൽ മുഖ്യപ്രതി നിയാസിനെയും അറസ്റ്റ് ചെയ്തു. പരവൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും ആട് മോഷണം പതിവായിരുന്നു. പരാതികളെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് സ്വദേശിയും പരവൂരിൽ താമസക്കാരനുമായ 23-കാരൻ ഭരത്തിനെ പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളായിരുന്നു നിയാസിനെ പിടികൂടാനായത്. പിടിയിലായ നിയാസാണ് ഭരത്ത് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ആടുകളെ വാങ്ങിയിരുന്നത്. ഇങ്ങനെ വാങ്ങുന്ന ആടുകളെ കശാപ്പ് ചെയ്ത് ഇറച്ചിയാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു. പ്രതിയുടെ തെക്കും ഭാഗത്തെ വീടിന് സമീപത്തു നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തെളിവെടുപ്പിനും വൈദ്യപരിശോധനകൾക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. മലപ്പുറം താനൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ പുതിയ കടപ്പുറം സ്വദേശിയുടെ വലയിൽ കുടുങ്ങിയത് മീനിന് പകരം 2 നാഗവിഗ്രഹങ്ങൾ. ഇത് കണ്ട അമ്പരന്ന മത്സ്യത്തൊഴിലാളി റസലിന് ആദ്യം എന്ത് ചെയ്യണമെന്ന ധാരണ ഉണ്ടായില്ല. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി. മോഷ്ടിച്ചതാണോ അതോ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. വിഗ്രഹങ്ങളുടെ ഫോട്ടോ പോലീസ് സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ചിട്ടുണ്ട്. കടപ്പുറം സ്വദേശിയായ മത്സ്യത്തൊഴിലാളി റസലിന് പിത്തളയിൽ നിർമ്മിച്ച 2 നാഗപ്രതിമകളാണ് കടലിൽ നിന്ന് കിട്ടിയത്. ഓരോന്നിനും 5 കിലോ ഭാരം വരും. ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും കരയിൽ തിരിച്ചെത്തി വിഗ്രഹങ്ങൾ താനൂർ പോലീസിന് കൈമാറി. ഇതെങ്ങനെ കടലിലെത്തിയെന്ന് തങ്ങൾക്കും അറിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. മോഷ്ടിച്ചതാണോ അതോ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നാണ് പരിശോധിക്കുന്നത്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളോടുമനുബന്ധിച്ച് നാഗക്ഷേത്രങ്ങളോ സർപ്പക്കാവുകളോ കാണാൻ കഴിയും. ഇവിടെ നിന്ന് മോഷണം പോയ വിഗ്രഹങ്ങളാണോ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്വേഷണം. തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളാണ് മണ്ണാറശാലയും വെട്ടിക്കാടും. ഇവിടെയൊക്കെ പക്ഷേ കൽബിംബങ്ങളാണ് ആരാധനയ്ക്കുള്ളത്. കേരളത്തിലെ ചില വീടുകളിലും നാഗാരാധനയും സർപ്പക്കാവുകളുമുണ്ട്. സർപ്പക്ഷേത്രങ്ങളിൽ എവിടെ നിന്നെങ്കിലും
മോഷ്ടിച്ച ശേഷം വിഗ്രഹങ്ങൾ കടലിൽ ഉപേക്ഷിച്ചതാകാമെന്ന സംശയം പോലീസിനുണ്ട്. ചിലർ പഴയ കാവുകളൊക്കെ വെട്ടിത്തെളിച്ച് മാറ്റുന്നുമുണ്ട്. മോഷണം പോയതാണെങ്കിൽ വാർത്ത പുറത്തുവരുന്നതോടെ ഉടമസ്ഥർ ഇതിനെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വിഗ്രഹങ്ങളുടെ ഫോട്ടോ പോലീസ് സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ചു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താനൂർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ഫറോക്കിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ എക്സൈസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. KJ എഡിസണെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായാണ് വകുപ്പ് തല നടപടി. വർക്കല ചെറുന്നിയൂരിൽ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ആളിനെ 3 അംഗ സംഘം മർദ്ദിച്ച് അവശനാക്കി മൊബൈൽ ഫോൺ കവർന്ന സംഭവത്തിൽ 2 പേർ വർക്കല പോലീസിന്റെ പിടിയിലായി. ചെറുന്നിയൂർ സ്വദേശികളായ നന്ദു, അനീഷ് എന്നിവരാണ് പിടിയിലായത്. ചെറുന്നിയൂർ സ്വദേശി സുരേഷ് ആശാരിയാണ് മർദ്ദനത്തിന് ഇരയായത്. ആക്രമണത്തിൽ സുരേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും പല്ലിളകി തെറിക്കുകയും ചെയ്തു. പ്രതികളെ വർക്കല കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മദ്യം വാങ്ങാനെത്തിയവരും ജീവനക്കാരുമായി ശക്തികുളങ്ങര ബാറിലുണ്ടായ സംഘർഷത്തിൽ 6 പ്രതികളെ ശക്തികുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. ശബരി സുനിൽ, അനന്തു ഘോഷ്, ഷാനു, സുരേഷ് കുമാർ, ജിതിൻ രാജ്, R രാകേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മദ്യം വാങ്ങാനെത്തിയ ശബരി സുനിലിനും അനന്തു ഘോഷിനും മദ്യം കൊടുക്കാൻ താമസിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല, എല്ലാം മടുത്തു. നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറില്ല. എല്ലാ മനുഷ്യർക്കും എപ്പോഴും സന്തോഷം മാത്രമായിരിക്കുമെന്ന് കരുതാമോ? ഇനി ചെറിയ സങ്കടങ്ങൾ ഉണ്ടായാൽ അവസാനിപ്പിക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം? തിരുവനന്തപുരം ശാസ്താമംഗലത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരി ആലിഷ എന്ന യുവതി ആത്മഹത്യ ചെയ്തത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കത്തെഴുതി വെച്ച ശേഷമാണ്. മരണത്തിന് പിന്നിൽ ആരുമില്ലെന്ന് യുവതിയുടെ കത്തിലുണ്ട്. കഥയും കവിതകളും എഴുതുന്ന പതിവുണ്ടായിരുന്ന യുവതി വിഷാദരോഗം കാരണം ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് നിഗമനം. എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാം. അതിൽ തകർന്നു പോകുകയല്ല വേണ്ടത്. സന്തോഷമെന്നത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.